ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് മോണരോഗം ഹൃദ്രോഗവുമായിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. ഒരു 40% പ്രഗ്നൻ്റ് വിമൻസിൽ നമ്മുടെ മോണരോഗങ്ങൾ കണ്ടുവരുന്നതായിട്ടാണ്. കുട്ടികൾ പ്രീമച്യൂർ ബർത്ത് ഉണ്ടാകും. അതുകൂടാണ്ട് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ബർത്ത് വെയിറ്റ് കുറവായിരിക്കും. So in commemoration with the International Day of Action for Women's Health and awareness for the pregnant women and lactating mother, നമ്മുടെ ദന്താരോഗ്യവും ജനറൽ ഹെൽത്തും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് മോണരോഗം ഹൃദ്രോഗവുമായിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് വായിലെ ആരോഗ്യം പൊതു ആരോഗ്യത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ പ്രഗ്നൻ്റ് വിമൻസിൻ്റെ നമ്മുടെ സാധാ വിമൻസിനെക്കാട്ടിലും നമ്മൾ നോക്കുമ്പോൾ അവരിൽ നമ്മൾ കുറേ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്നതുകൊണ്ട് അവരുടെ വായിലെ കോശങ്ങളും മറ്റ് മോണയുടെ കോശങ്ങളുമൊക്കെ നമ്മുടെ വായിലുണ്ടാവുന്ന പ്ലാക്ക് എന്ന് പറയും. പ്ലാക്ക്, അതിനകത്താണ് ഈ അണുക്കൾ ഉണ്ടാവുന്നത്. അതുമായിട്ട് വളരെ വ്യത്യസ്ത രീതിയിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു 40% പ്രഗ്നൻ്റ് വിമൻസിൽ നമ്മുടെ മോണരോഗങ്ങൾ കണ്ടുവരുന്നതായിട്ടാണ്. നമ്മൾ പൊതുവേ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ വായിലെ ദന്ത അസുഖങ്ങളും മോണയിലെ അസുഖങ്ങളും എല്ലാം നമ്മൾ ചികിത്സിച്ച് ഒന്നത് ഭേദപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മളൊരു ഡെൻ്റൽ ഡോക്ടറെ കണ്ട് നമ്മൾ നിരന്തരം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ദന്ത ഡോക്ടറെ കാണുക, പരിശോധിക്കുക. നമുക്ക് അവർ കണ്ടെത്താനേ പറ്റുള്ളൂ. ഈ മോണരോഗമൊക്കെ ആണെങ്കിൽ നമുക്ക് അസ്വസ്ഥതകളും മറ്റൊന്നും കാണുകയില്ല. അതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യാതെ പോകും. ഒരു ഡോക്ടറിന് മാത്രമേ ആ പരിശോധനയിൽ നമുക്ക് മോണരോഗമുണ്ടോ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് വിശദമായി അവർക്ക് പരിശോധിച്ച് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പം അതിന് നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം ദന്ത ഡോക്ടറെ സമീപിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീർച്ചയായും നമ്മുടെ വായിലെ ആരോഗ്യം പ്രധാനം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതിന് പല കാരണങ്ങളും ഉണ്ട്. കാരണം നമ്മൾ ഡ്യൂറിങ് പ്രഗ്നൻസി നമുക്ക് എന്തെങ്കിലും ഈ മോണരോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രഗ്നൻ്റ് വിമൻസിന് ആക്ച്വലി അവർക്കൊരു കുട്ടികൾ പ്രീമച്യൂർ ബർത്ത് ഉണ്ടാകും. പ്രീടേം പ്രീമച്യൂർ ബർത്ത് എന്ന് പറയും. അതുകൂടാണ്ട് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ബർത്ത് വെയിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ദന്താരോഗ്യത്തിന്. നമ്മൾ പ്രഗ്നൻസി തന്നെ നമുക്ക് ശരിക്കും 3 തിരിക്കാം. ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ് ട്രൈമിസ്റ്റർ, തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറയും. ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം എന്നാണ്. സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ 4, 5, 6 മാസമാണ്. തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ 7, 8, 9 മാസമാണ്. അപ്പോൾ ഈ 3 സമയങ്ങളിലും നമ്മുടെ ദന്ത ചികിത്സ എപ്പോൾ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ യൂഷ്വലി ആദ്യ സമയങ്ങളിൽ നമ്മുടെ പ്രഗ്നൻ്റ് വിമൻസിന് നമ്മൾ ഈ ദന്ത ചികിത്സ എമർജൻസി ആയിട്ടുള്ള ദന്ത ചികിത്സ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല പല മരുന്നുകളും ആ സമയങ്ങളിൽ കൊടുക്കാൻ പാടില്ല. എക്സ്പെഷ്യലി ആദ്യത്തെ 28 ദിവസം വളരെ പ്രാധാന്യമാണ്. കാരണം ഈ കുട്ടിയുടെ ഓർഗനോജെനിസിസ് എന്ന് പറയും, അതെല്ലാം അവയവങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മെഡിസിൻസും കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തീർച്ചയായും എന്തേലും പല്ലിന് പോടോ അതുപോലെ തന്നെ മോണ അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചികിത്സ ചെയ്തിരിക്കണം. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം ഈ ഹോർമോണൽ വ്യത്യാസം കൊണ്ട് തന്നെ നമുക്ക് അതുവരെ കുഴപ്പമില്ലാതെ ഇരുന്ന്
മോണപ്രശ്നങ്ങളോ അതുപോലെ തന്നെ പല്ലിൻ്റെ പോടോ വേദന ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ചികിത്സിച്ചാൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം നമുക്കത് ആ സമയത്ത് വേദന വന്നാൽ ഡോക്ടറിന് ഒരു RCT ട്രീറ്റ്മെൻറ്റോ ഒന്നും ചെയ്യാൻ പറ്റായികയുണ്ട്, ചില മരുന്നുകൾ തരാൻ പറ്റായികയുണ്ട്. പിന്നെ ഈ ആദ്യ കാലങ്ങളിൽ നമുക്ക് ആദ്യത്തെ 3 മാസം മിക്ക പ്രഗ്നൻ്റ് വിമൻസിനും നമുക്ക് വോമിറ്റിംഗ്, നൗസ്യ നല്ലതുപോലെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി വായിൽ ശുചിത്വം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഏറ്റവും കൂടുതൽ ബ്രഷിങ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, അപ്പം ബ്രഷ് ചെയ്യാതിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്ലാക്ക് അടിഞ്ഞു കൂടിയിട്ട് പോട് വരാം. അത് കൂടാണ്ട് നമുക്ക് മോണരോഗം വരാം. പിന്നെ വോമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വായിലൊരു ആസിഡിക് എൻവയോൺമെൻറ്റ് വരും. അങ്ങനെ വരുമ്പോൾ ഈ ഇനാമൽ ദ്രവിച്ച് പോകാം, ഇറോഷൻസ് എന്ന് പറയും, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ബ്രഷിങ്ങിന് അറ്റംപ്റ്റ് ചെയ്യണം. പിന്നെ നല്ല രീതിയിൽ നമ്മൾ ട്വൈസ് ഡേ ബ്രഷ് ചെയ്യാൻ തന്നെ നമ്മൾ നോക്കണം. ഫ്ലോസിങ് ചെയ്യണം. മൗത്ത് വാഷസ് യൂസ് ചെയ്യുന്നത് വളരെ ഉചിതമാണ് എന്ന രീതിയിൽ. അത് കൂടാണ്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. വെള്ളം നല്ലതുപോലെ എടുക്കുക. നല്ല രീതിയിൽ നമ്മൾ ന്യൂട്രീഷൻ റിച്ച് ഫുഡ് എടുക്കണം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അത് കൂടാണ്ട് ഡയറി പ്രോഡക്ട്സ്, മീറ്റ്, ഫിഷ്, നമുക്ക് റിച്ച് ഇൻ കാൽഷ്യം, A, C, D, വൈറ്റമിൻസ്, അങ്ങനത്തെ ഫുഡ്സ് നല്ല രീതിയിൽ പ്രഗ്നൻ്റ് വിമൻസ് എടുക്കണം. അത് കൂടാണ്ട് നമുക്ക് ഈ ഫൈബർ ഫുഡ്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു ഫ്ലഷിങ് ആക്ഷൻ വരും നമ്മുടെ പല്ലിൽ. അപ്പോൾ നമുക്ക് ഈ പ്ലാഗ് കൂടുതൽ അടിയാതെ ഇരിക്കുകയും ചെയ്യാം. അതും നല്ലതായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുര ആഹാരങ്ങളും പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന ആഹാരങ്ങളും നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പറയുന്ന പോലെ ഈ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ നമ്മളൊരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റായിക, വോമിറ്റിംഗ് ഭയങ്കരമായിട്ടും ഉള്ള ഒരാൾക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്കി സ്വീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിരുന്നിട്ട് പോടൊക്കെ വരാൻ സാധ്യതയുണ്ടാകും. അത് കൂടാണ്ട് നമ്മുടെ സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ 4, 5, 6 മാസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സമയത്താണ് ദന്ത ഡോക്ടർ എപ്പോഴും ചികിത്സ നൽകുന്നത്. നമുക്ക് പല്ലെടുക്കൽ, അത് കൂടാണ്ട് നമുക്ക് പോടടയ്ക്കൽ, RCT ചെയ്യൽ, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഈ സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ അഡ്മിസബിളാണ്, ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ വരുമ്പോൾ നമുക്ക് ശരിക്കും സ്ട്രെസ്ഫുൾ പ്രൊസീജിയേഴ്സ് നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യും. എമർജൻസി ട്രീറ്റ്മെൻറ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ നമുക്കെപ്പോഴും നമ്മൾ ഡെൻ്റൽ ചെയറിൽ ലെങ്തി ആയിട്ട് തോനെ സമയങ്ങൾ എടുക്കുന്ന പ്രൊസീജിയറിൽ നമ്മൾ ഏർപ്പെട്ടാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് യൂട്രസ് നമ്മുടെ കുഴലിലൊക്കെ കംപ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് അമ്മയ്ക്കൊരു ബ്ലഡ് പ്രഷർ അങ്ങ് കുറഞ്ഞിട്ട് ഒരു അൺകോൺഷ്യസ്നെസ്സും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മോറോവർ ആ പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെൻ്റൽ പെയിനും സ്ട്രെസ്സും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലേബർ ഇനിഷ്യേറ്റ് ചെയ്യാനുമുള്ള സാധ്യതയുള്ളത് കൊണ്ട് എപ്പോഴും ഈ ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല. എമർജൻസി ഒഴികെയുള്ള ബാക്കി ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറില്ല. അതുകൂടാണ്ട് നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട്, ദാറ്റ് ഈസ് ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന്, അവിടെയും നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിലേക്കുള്ള ശ്രദ്ധ പോകും, നമ്മളിലേക്കുള്ള ശ്രദ്ധ കുറയും. അപ്പോഴും നമുക്ക് ചില ഹോർമോണൽ ചേഞ്ചസും ഒക്കെ ഉണ്ടാകും. ലാക്ടേറ്റിംഗ് മദർ ആകുമ്പോൾ കുറേ കാൽഷ്യമൊക്കെ എപ്പോഴും മദറിൽ നിന്നും മിൽക്കിലോട്ട് നഷ്ടം ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്സും ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ അതനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സും നറിഷ്ഡ് ഫുഡും എടുത്തിരിക്കണം. പിന്നെ ഈ ഫുഡ് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ നമ്മൾ പാലിച്ചു പോവുക. അത് കൂടാണ്ട് വായിൽ ഓറൽ ഹൈജീൻ പ്രാക്ടീസസ് നിർബന്ധമായും ചെയ്തിരിക്കണം. നമ്മൾ ബ്രഷിങ് ചെയ്യണം ട്വൈസ്. നമ്മുടെ ആരോഗ്യം കൂടെ നോക്കണം, കാരണം അത് വളരെ പ്രധാനമാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ബ്രഷിങ് ചെയ്യണം, ഫ്ലോസിങ് ചെയ്യണം, മൗത്ത് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഡെൻ്റൽ ചെക്കപ്പ് ട്വൈസ് ഇൻ എ ഇയർ ഒരു ദന്ത ഡോക്ടറെ കാണുക, ചെക്കപ്പ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് നോക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു രീതിക്ക് പോവുക. അത് കൂടാണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ നമ്മളൊരു
8 മാസം ആവുമ്പോഴത്തേനും നമ്മൾ ചെറുതായിട്ട് പാൽപ്പള്ളുകൾ മുളച്ച് തുടങ്ങും. അപ്പം നമ്മൾ അതും കൂടെ നമ്മൾ പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാല് ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിലും ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങും പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഉറങ്ങി കഴിയുമ്പോഴത്തേനും പാൽ വായിൽ തങ്ങി നിന്നാൽ അവർക്ക് അത് ഒരു നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം കേരീസ് അവരെ പല്ലുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആ കുട്ടിയുടെ നമ്മുടെ ഈ ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെറിയ എന്താ പറയുക, ഒരു വെറ്റ് ക്ലോത്ത് വെച്ച്, കോട്ടൺ ക്ലോത്ത് വെച്ച് നമ്മൾ പല്ലുകളൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയുടെ നോക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ വായിലെ ദന്താരോഗ്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും പോലെ തന്നെയാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ ദന്താരോഗ്യവും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻറ്റ് വിമൻസും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സും അവരുടെ വായിൽ അതുപോലെ ദന്താരോഗ്യങ്ങൾ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രഗ്നൻറ്റ് വിമൻസിൻ്റെ ദന്താരോഗ്യം, മോണയുടെ ആരോഗ്യവും ശരിക്കും അവരുടെ കുട്ടിയുടെ ആരോഗ്യത്തിനെ പോലും ബാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അതിന് മുൻതൂക്കം കൊടുത്ത് ഇരിക്കേണ്ടതാണ്. സോ വിമൻസ് ഹെൽത്ത് ഈസ് എ ക്യാപിറ്റൽ.